നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹു ലുക്ക് ആസ് ഇഫ് നീഡഡ് ഫീഡിങ് എന്നുള്ള പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഒരു കുഞ്ഞു പോവാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് മീനിങ്ങുകൾ ഓരോ ലൈനിലും നമുക്ക് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഇന്നർ മീനിങ്ങുകൾ ഒളിഞ്ഞിടക്കുന്ന ഒരു നല്ലൊരു കവിതയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ഇംതിയാസ് ധാർക്കറാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹു ലുക്ക് ആസ് ഇഫ് നീഡഡ് ഫീഡിങ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മിനി ക്യാബ് ഡ്രൈവർക്ക് വേണ്ടിയിട്ട്, ഒരു ക്യാബ് ഡ്രൈവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസും ശരീരഘടനയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും വളരെ എന്താ പറയുക, ഭക്ഷണമൊന്നും കിട്ടാതെ, ന്യൂട്രീഷനൊന്നും കിട്ടാതെ, പോഷകാഹാരങ്ങളൊന്നും കിട്ടാണ്ട് തന്നെ അല്ലാണ്ട് ശോഷിച്ചു പോയിട്ടുള്ള ഒരു ശരീരപ്രകൃതി, ദാരിദ്ര്യവും അതേപോലെ തന്നെ അവഗണനയൊക്കെ നേരിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അപ്പിയറൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്പീക്കറായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പോയറ്റായിട്ട് വരുന്ന ആൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഒരാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇയാൾ എവിടെ നിന്നോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരാളാണ്, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ തോന്നിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് ടൈറ്റിൽ അങ്ങനെ, ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹു ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കാര്യമായിട്ട് ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കൊടുത്ത് സഹായിക്കേണ്ട രീതിക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മിനി ക്യാബ് ഡ്രൈവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കവിത എഴുതുന്നത് എന്നാണ് ആ ടൈറ്റിൽ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എണ്ണത്തിനകത്ത് കണ്ടന്റ് ആയിട്ടും വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. The poem for the mini cab driver who looked as if he needed feeding explores the themes of empathy, societal neglect and the human condition through the lens of seemingly mundane encounter. അപ്പോൾ ഈ ഒരു കവിതയിൽ മെയിനായിട്ട് വരുന്ന തീംസ് എന്ന് പറയുന്നത് എംപതിയാണ്, അതേപോലെ സോഷ്യൽ നെഗ്ലക്റ്റ് ആണ്, അതേപോലെ തന്നെ മനുഷ്യൻ്റെ ആ ഒരു കണ്ടീഷനാണ്. ഇത്തരത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര വികസിതമായിട്ടുള്ള രാജ്യങ്ങളിലാണെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിലും അവിടെയൊക്കെയും ഒരുപാട് സഫർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കടബാധ്യതകളുള്ളവരെ, രോഗത്തിൻ്റെ പിടിയിൽ വീണ് കിടക്കുന്നവർ, അങ്ങനെ ഒത്തിരി മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് തോന്നേണ്ടുന്ന എംപതി എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ്, ബുദ്ധിമുട്ട്, വിഷമം, അത് അതേപടി നമുക്കും ഫീൽ ചെയ്യുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളൊരു കഷ്ടപ്പെടുന്ന കണ്ടാവും, പാവം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനാണ് സിമ്പതി എന്ന് പറയുക. അതേ സാധനം നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എംപതി എന്ന് പറയും. അതേപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്ന വിഭാഗം ആളുകളെ, അപ്പോൾ അതിനെയൊക്കെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ദ സ്പീക്കർ റിഫ്ലക്ട്സ് ഓൺ ദി ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ദ demeanor of a mini cab driver, suggesting that his very look and need for nourishment symbolize broader issues of care and attention within society. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരഘടന, ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അദ്ദേഹത്തിന് കാര്യമായിട്ട് ഭയങ്കര ക്ഷീണിതനാണ്, കാര്യമായിട്ട് വെള്ളവും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു അറ്റൻഷനും കെയറും ഒക്കെ സൊസൈറ്റി കൊടുക്കേണ്ടതുണ്ട്, അത്തരത്തിൽ കൺസിഡർ ചെയ്യപ്പെടേണ്ട വിഭാഗത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം എന്നുള്ള ചിന്തകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ദിസ് എൻകൗണ്ടർ സെർവ്സ് എ മൈക്രോകോസ്മം ഫോർ ദി സ്ട്രഗിൾസ് ഫേസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഹൂ മേ ബി ഓവർലുക്ക്ഡ് ഓർ മാർജിനലൈസ്ഡ് ഇൻ അർബൻ സെറ്റിംഗ്സ്. അപ്പോൾ എത്രത്തോളം പട്ടണമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊക്കെയും ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും എന്തുണ്ട്, ഇത്തരത്തിലുള്ള വികാരങ്ങളുണ്ട്, നമ്മൾ അവരെയൊക്കെയും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അവർ ആ ഒരു കവിതയിൽ കൂടെ പറയുന്നത്. ദ പോം സെർവ്സ് ആസ് എ പോയിന്റ് റിമൈൻഡർ ഓഫ് ദി ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആൻഡ് ദി നെസസിറ്റി ഓഫ് എംപതി ഇൻ അവർ ഡെയിലി ലൈഫ്. അപ്പോൾ ഈ ഒരു കവിതയിൽ കൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർകണക്റ്റഡ്നെസ്. അപ്പോൾ പൈസക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ആര് തന്നെ ആയിക്കാലോ, ഇവർ തമ്മിലൊക്കെയും എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടിൽ ഒരു എംപതി വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് നമുക്കും കിട്ടണമെങ്കിൽ അത്തരത്തിൽ നമുക്കുള്ള ചിന്താഗതി ഉണ്ടായി എടുക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ അതിനെ ഏതൊരു പ്രശ്നങ്ങളെയും മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നേരിടേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയാണ് ഈ കവിതയിൽ കൂടെ പറയുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് പോവാം. ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ ഹു ലുക്ക്ഡ് ആസ് ഇഫ് ഹി നീഡഡ് ഫീഡിങ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈൻ തൊട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നോക്കാം. ഹി ലുക്സ് സോ യങ്. ഫസ്റ്റ് തന്നെ എന്താ പറയുന്നത്, അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വളരെ യങ് ആണ്, ഒരു ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ ഒരു യുവാവായിട്ടുള്ള മനുഷ്യനാണ്, ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സീൻ ഇമാജിൻ ചെയ്യുക, ഇദ്ദേഹം ഒരു മിനി ക്യാബ് ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കയറുന്ന പാസഞ്ചർ എന്നുള്ള രീതിക്ക് നമ്മുടെ എന്താ പറയുക, പോയറ്റ് എന്ത് ചെയ്തിട്ടായിരിക്കും, പുറകിലായിരിക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ആൾക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു സീന് മനസ്സിൽ കാണാം കേട്ടോ.
ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ ഭയങ്കര ബോണിയാണ്, നമ്മൾ പറയില്ല എല്ലും തോലും ആയിട്ടില്ല എന്ന് പറയില്ലേ, അത്തരത്തിൽ എല്ല് മാത്രം കാണുന്ന ഒരു കൈയാണ് ആ വീലിൽ കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് സ്റ്റിയറിങ്ങിലുള്ള കൈയാണ് കാണുന്നത്. അപ്പോൾ ഒരു കൈ എന്ന് പറയുന്നത് എന്താണ്, വളരെ ബോണി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഐ വണ്ടർ ഇഫ് ഹി ഹാസ് ബീൻ ഔട്ട് ഓൾ നൈറ്റ്. അപ്പോൾ അവർ വിചാരിക്കുകയാണോ ഈ ഒരു രാത്രി ഫുള്ള് ഇദ്ദേഹം ഇങ്ങനെ ഈ വണ്ടി ഓടിച്ചിങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു ബോണി ഹാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വൾണറബിലിറ്റിയാണ് കേട്ടോ. അത്രയും വീക്കാണ് ആ മനുഷ്യൻ്റെ ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും രാത്രി ഫുള്ള് ഇങ്ങനെ ഇദ്ദേഹം വാഹനം ഓടിച്ചിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്ത് നടക്കുകയാണെങ്കിൽ വാട്ട് യു മൈറ്റ് ഹാവ് ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തായിരിക്കും ഇദ്ദേഹം കഴിക്കുന്നുണ്ടാവുക? രാത്രി ഫുള്ള് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി രാവിലെ എന്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇദ്ദേഹം ഈ രാത്രി ഫുള്ള് ജോലി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവുക? ആൻഡ് വാട്ട് ഹി ഈറ്റ്സ് വെൻ ഹിസ് ഷിഫ്റ്റ് എൻഡ്സ്. അതേപോലെ തന്നെ ഈ ജോലി കഴിഞ്ഞ് തീർന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പണി കഴിഞ്ഞ് തീരുന്ന അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്തായിരിക്കും കഴിക്കുന്നുണ്ടാവുക? അത് അവരുടെ ഒരു കൺസേൺ ആണ് കാണിക്കുന്നത്. അതായത് എന്താണ് ഈ മനുഷ്യന് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അതായത് ജോലി മാത്രമേ ഉള്ളൂ? അത്തരത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു എമ്പതി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സഹാനുഭൂതിയും സ്നേഹമൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. വെദർ ഹിസ് മദർ മേക്സ് സം പഞ്ചാബി സമോസാസ് ഓർ ബംഗാളി മസ്റ്റാർഡ് ഫിഷ് ഓർ കേരള റൈസ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാനുള്ള ആശങ്ക കൂടി വരികയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ആ പോയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇയാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ വീട്ടിലൊരു അമ്മ ഉണ്ടായിരിക്കുമോ? നമുക്കറിയില്ല, നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ ഒരു അമ്മ ഇവർക്ക് വേണ്ടിയിട്ട് പഞ്ചാബി സമോസകളോ അല്ലെങ്കിൽ ബംഗാളി മസ്റ്റാർഡ് ഫിഷോ അല്ലെങ്കിൽ കേരള റൈസോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്കറിയാം, പഞ്ചാബി സമൂസ എന്ന് പറഞ്ഞാൽ ബംഗാളി മസ്റ്റാർഡ് ഫിഷ് അതുപോലെ കേരള റൈസ് എന്നൊക്കെ പറയുന്നത് ഓരോ സെപ്പറേറ്റ് സ്ഥലങ്ങളിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിവിടെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്ലേസുകളും അവിടുത്തെ ഫുഡുകളും പറയുന്നത് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ആക്ച്വലി ഈ സ്ത്രീക്ക് അറിയുന്നില്ല ഇവർ എവിടെയുള്ളതാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. മേ ബി ഇയാൾ പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ ബംഗാളിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോയിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇവരെ കാണുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സ്ഥലത്തിലുള്ള ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റിസന്റെ ലുക്കൊന്നും അല്ല ഇയാൾക്ക് ഉള്ളത്. അപ്പോൾ മേ ബി പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഒക്കെ കുടിയേറി താമസിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും എന്നൊരു ഐഡിയ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി കൂടെ കാണിക്കാൻ നമുക്ക് അറിയുന്നില്ല അയാളുടെ ഐഡന്റിറ്റി എന്താണ്, എവിടെ നിന്നാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് പ്ലേസസും അവിടുത്തെ ഫുഡുകളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. ഇഫ് യു പ്രിഫേഴ്സ് ദ മാംഗോസ് ഓഫ് ദ നോർത്ത് ലൈക്ക് മീ. അപ്പോൾ അത് അല്ല, ഇനിയിപ്പോൾ എന്നെ പോലെ എനിക്ക് പേഴ്സണലി എന്താണ് നോർത്ത് സൈഡിലൊക്കെ കിട്ടുന്ന മാംഗോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകളായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ എന്താണ് അവരുടെ കൂടെ ഒരു ടേസ്റ്റ് ആരുമായിട്ട് കണക്ട് ചെയ്യണം, ഒരു പരിചയവും ഇല്ലാത്ത ആ ഒരു ക്യാബ് ഡ്രൈവറുമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നത്. അതായത് എന്താ പറയുക, എൻ്റെ ആ ഒരു വികാരം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ അത് മറ്റൊരു വ്യക്തിക്ക് കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കും അത് ഇഷ്ടമാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ഇന്റർ കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അവരുടെ ഒരു പേഴ്സണൽ ഫീലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ ടേസ്റ്റ് അവരവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഈ കവിതയുടെ വരികളെ തന്നെ എടുക്കുക കേട്ടോ. ഓർ ദ സ്വീറ്റർ വൺസ് ഫ്രം ഫർദർ സൗത്ത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൗത്ത് ഭാഗങ്ങളിലത്തെ മാതിരി സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും അദ്ദേഹം പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ അയാളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് ആകുലപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, എന്തായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം എന്നൊക്കെ അവർ ആലോചിക്കുകയാണ്. ബിഫോർ ഐ ക്യാൻ സ്റ്റോപ്പ് ദം ദ വേർഡ്സ് ഫോൾ ഔട്ട് ഓഫ് മൈ മൗത്ത്. അപ്പോൾ എനിക്കൊരു പിടിച്ചു നിർത്താൻ പറ്റുന്നതിന് മുൻപ് തന്നെ എൻ്റെ വായിൽ നിന്നും ആ വാക്കുകൾ വീണ് പോവുകയാണ് എന്നാണ് പറയണം. അപ്പോൾ ആ പറച്ചിലിൽ തന്നെ എന്തുണ്ട്, പറഞ്ഞ കാര്യത്തിൽ പിന്നീട് അവർക്കൊരു റിഗ്രറ്റ് വരുന്നുണ്ട്, കുറ്റബോധം വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറ്റബോധം വരുന്ന എന്തോ ഒന്നാണ് നമ്മൾ പറയില്ലേ, അപ്പോഴേക്ക് അത് എൻ്റെ വായിൽ നിന്ന് വീണു പോയി എന്ന് പറയില്ല. അത് നമുക്ക് എന്താ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ പറയുക. അപ്പോൾ അത്തരത്തിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നതിനേക്കാൾ മുന്നേ ആ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീണു പോയി. അതാണ് ഇറ്റാലിസൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ആൻഡ് വേർ ആർ യു ഫ്രം, ഐ മീൻ യുവർ പീപ്പിൾ. കുറച്ചൊക്കെ നിങ്ങൾ ശരിക്കും എവിടെ നിന്നാണ് ആ ചോദ്യത്തിൽ തന്നെയുണ്ട് എന്ത് നമ്മുടെ നാട്ടുകാരല്ല എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഇവർ ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഏരിയയിലുള്ള ആളുകളാണ്, ഇപ്പോൾ ബ്രിട്ടീഷ് പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഏരിയയിൽ നിന്നുള്ളതല്ല എന്നൊരു പ്രതീക്ഷയാണ് അവർ. നിങ്ങൾ ശരിക്കും എവിടെ നിന്നുള്ളതാണ്, കൂടെ ആഡ് ചെയ്യുന്ന വാക്കാണ് പ്രശ്നം. ഐ മീൻ യുവർ പീപ്പിൾ, നിങ്ങളുടെ ആളുകൾ. അപ്പോൾ നിങ്ങളുടെ ആളുകൾ എന്നവിടെ ചോദിക്കണമെങ്കിൽ അതൊരു റിഡക്ഷൻ ഓഫ് ഡ്രൈവേഴ്സ് ഐഡൻറ്റിറ്റിയാണ്. അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ്, ഡ്രൈവറുടെ ഐഡൻറ്റിറ്റി. മേ ബി ആ ഒരു വർഗത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു വർണ്ണത്തിനെയോ അല്ലെങ്കിൽ ആ ഒരു മതത്തിനെയോ
എന്തോ ആ ഒരു കാര്യത്തിനെ എന്ത് ചെയ്യാണ് കൊണ്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന നിങ്ങളുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി നിങ്ങളും ഞങ്ങളും വേറെ, അതായത് നമ്മുടെ കൂട്ടരല്ല അവര് എന്നുള്ള രീതിക്ക് ഒരു വാക്കാണ് അവിടെ വന്നു പോയത്. അതിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് പിന്നീട് റിഗ്രറ്റ് തോന്നുന്നത്. അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ശരിക്കും എവിടെ നിന്നാണ് ചോദിക്കുന്നത് തന്നെ അതിൻ്റെ അർത്ഥം എന്താ ഇവിടത്തുകാരല്ല എന്നൊരു മീനിങ് ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തും ചോദിച്ചു യോ പീപ്പിൾ, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ കൂട്ടരെന്ന് നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കൂട്ടരാണ്, ഞങ്ങൾ വേറൊരു വിഭാഗക്കാരാണ് എന്ന ഒരു റിഡക്ഷൻ മെന്റാലിറ്റി അവിടെ വരുന്നുണ്ട്. They land somewhere on the back of his neck, slide into the rear view mirror and roll into his eyes. അപ്പോൾ ആ ഒരു വാക്കുകൾ അത് എങ്ങനെ വന്ന് വീഴുന്നു എന്നാ പറയുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു നെക്കിൻ്റെ കഴുത്തിൻ്റെ പുറകിലായിട്ട് വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അത് ആ ഒരു റിയർ വ്യൂ മിററിലോട്ട് എന്ത് ചെയ്യുന്നത് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട് എന്നാ പറയണം. അപ്പോൾ ശരിക്കും ഒരു വാക്കിന് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉരുണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്, അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഡിസ്കംഫർട്ട്, ഒരു സുഖല്യം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ. ആ ഒരു ഡിസ്കംഫർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാക്കുകൾക്ക് അത്തരത്തിലൊരു രൂപം കൊടുത്തിട്ടുള്ളത്. ഹി ലുക്സ് ബാക്ക് ഫോർ 1 സെക്കൻഡ്. അപ്പോൾ ഇദ്ദേഹം വേഗം എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ഒരു സെക്കൻഡ് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എന്താണ് ഇവരങ്ങനെ ചോദിച്ചത് എന്നുള്ള രീതിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആൻഡ് ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയിലത്തെ 2 ലൈൻസ് ആണ് ഈ പറയാൻ പോകുന്നത്. ആൻഡ് ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട് ആൻഡ് ഹിസ് ബാക്ക് ഇസ് എ ഫ്ലാഗ്. ആ ലൈന് പറ്റിയെങ്കിൽ അതേപടി പഠിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട്. അയാളുടെ മുഖം എന്താണ്, ഒരു പാസ്പോർട്ടാണെന്ന് പറയണം. അതിൽ ഡയറക്റ്റ് മീനിങ് എന്താ വരണത്, കാരണം അയാൾ പാസ്പോർട്ടൊക്കെ എടുത്ത് വേറെ എവിടെ നിന്നോ കുടിയേറി പാർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് അവർക്ക് അവിടെ വരുന്നത്. ആൻഡ് ഹിസ് ബാക്ക് ഈസ് എ ഫ്ലാഗ്. അയാളുടെ പുറകുഭാഗം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്ലാഗാണ്. അതായത് വേറെ ഏതോ ഒരു കൊടി, വേറെ ഏതോ ഒരു എന്താ പറയുക ദേശീയ പതാകയുടെ ആ ഒരു ലുക്ക് വരുന്ന ഒരു ഫ്ലാഗായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. ഇതും എന്ത് തന്നെയാണ്, റിഡക്ഷൻ ഓഫ് ഹിസ് ഐഡൻറ്റിറ്റിയാണ്. കാരണം എൻ്റെ നാട്ടിലുള്ള ഒരാളെ എൻ്റെ ഫ്ലാഗിൻ്റെ അണ്ടറിൽ വരുന്ന ഒരാളല്ല, മറിച്ച് വേറെ ഏതോ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് എടുത്ത് വന്നിട്ടുള്ള വേറെ ഏതോ ഒരു ഫ്ലാഗിൻ്റെ അണ്ടറിലുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു ഇംപ്രഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതെന്താണ്, റിഡക്ഷൻ ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി. സിംഗിൾ ലേബൽ, ജസ്റ്റ് ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനെ ഒരു പാസ്പോർട്ടിലേക്കും ഒരു ഫ്ലാഗിലേക്കും ചുരുക്കുന്ന ആ ഒരു റിഡക്ഷനാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. റിഡക്ഷൻ ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി ടു സിംഗിൾ ലേബലാണ് എന്ത്, ഫേസ് ഇസ് എ പാസ്പോർട്ട് എന്നും ബാക്ക് ഇസ് എ ഫ്ലാഗ്. ആ കമ്പാരിസൺ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഫേസിനെ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു, പാസ്പോർട്ടായിട്ടും ബാക്കിനെ ഫ്ലാഗ് ആയിട്ടുമാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഹി സേസ് ബാൻസ്ലി. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, നിങ്ങൾ ശരിക്കും അവിടുത്തെ തരാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് ബാൻസ്ലി. ബാൻസ്ലി എന്ന് പറയുന്നത് ആക്ച്വലി UK വരുന്ന തന്നെ ഒരു സ്ഥലമാണ് ബാൻസ്ലി. അപ്പോൾ അത്രയും കാലം സമയം ഇവർ വിചാരിച്ചത് എന്താണ്, അവരുടെ ആ ഒരു ഭാഗത്തൊന്നും ഉള്ള ഒരാളല്ല, മറിച്ച് ഇന്ത്യയിൽ നിന്നോ വേറെ എവിടെന്നെങ്കിലും നിന്നോ ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ അത്രയും സമയം അവർക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്റ്റ്സുകൾ, അതേപോലത്തെ അവർക്കുണ്ടായിരുന്ന പ്രജഡൈസുകൾ, അല്ലെങ്കിൽ ആ ഒരു അസംഷൻസ്, തെറ്റിദ്ധാരണകളെല്ലാം എന്ത് ചെയ്യണം, അവിടെ വീണുടഞ്ഞു പോവുകയാണ്. അവരുടെ നാട്ടിൽ തന്നെയുള്ള ആ ഒരു ഭാഗത്ത് തന്നെയുള്ള UK തന്നെയുള്ള ഒരു സിറ്റിസൺ ആണ് അദ്ദേഹം. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം, ഇവർ മേ ബി ചോദിച്ചിട്ടുണ്ടാവുക ഏത് വിഭാഗക്കാരാണെന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും സംസാരിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് 1 വേർഡിൽ ബാൻസ്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഒരു കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അത് അദ്ദേഹത്തിന് ഡിസ്കംഫർട്ടാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല എന്നതാണ് അതിൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇവർ അത്രയും സമയം വിചാരിച്ചു വെച്ചതൊക്കെ പുറത്തുനിന്ന് എവിടെന്നോ വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ്. ആ ഒരു ധാരണ ഫുൾ അവിടെ ഇല്ലാണ്ടായി പോവുകയാണ്. ആൻഡ് ഐ പേ ആൻഡ് ഗെറ്റ് ഔട്ട്. അപ്പോൾ അപ്പോഴേക്ക് ഇവർക്ക് എത്തേണ്ട സ്ഥലം എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കൂടുതൽ അതിനകത്ത് എന്ത് വരുന്നില്ല, വേറെ ഒരു കോൺവെർസേഷനോ ഒരു ഈവൻ ഒരു 1 സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1 വേർഡ് പോലും പിന്നീട് അവിടെ വരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ്. അത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ആ ഒരു റിഗ്രറ്റാണ്, ഈ ചോദിക്കേണ്ടായിരുന്നു, അങ്ങ് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ട് അവരെന്ത് ചെയ്യണേ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്ത് അവിടെ നിന്ന് നിർത്തി പോകാനായിട്ട് അവർ സ്വയം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവസാനമാകുമ്പോഴേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ കുറിച്ച് വിചാരിച്ച് വെക്കുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല മേ ബി പിന്നീട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ മുൻകൂട്ടി ഒരു ധാരണകൾ, പ്രജഡൈസുകളൊന്നും എന്ത് ചെയ്യരുത്, വെച്ച് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ഇതിൽ അങ്ങനെ നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കവിതയാണ്. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.